illallah, la ilaha illallah, la ilaha illallah, Muhammadur Rasulullah. Anta tatlu'u bainana fil kawakibi kal budur, bal wa ashrafu minhu ya sayyidi khairan nabi, la ilaha anta ummun am abu ma ra'ayna fihima mithla husnika qattu ya sayyidi khairan nabi, as-salatu ala nabi. Anta munjina ghada min shafa'atika as-safa, man lana mithluka ya sayyidi khairan nabi, hasbi rabbi ma fi qalbi ghairullah, Nur Muhammad sallallahu, la ilaha illallah, irtakabtu ala al-khata ghayra hasinin ba'adat, laka ashku fihi ya sayyidi khairan nabi, la ilaha illallah, la ilaha illallah, la ilaha illallah, Muhammadur Rasulullah. Innana narju ilaka si hawlika lil-'atash yawma nashri kitabiya sayyidi khairan nabi, as-salatu ala nabi. الشفاعة هب لنا في القيامة مشفقا، وأهلنا إمضاء يا سيدي خير النبي، الصلاة على النبي. الصلاة على النبي كل وقت دائما، لاح نجم في السماء سيدي خير النبي، لا إله إلا الله، لا إله إلا الله، لا إله إلا الله، محمد رسول الله. السلام عليكم ورحمة الله وبركاته.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد رحمة للعالمين وعلى آله وصحبه أجمعين أما بعد ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ റജബ് മാസത്തിന്റെയും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഹഖ് ജാഹ ബറക്കത്ത് കൊണ്ട് നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും അവന്റെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ഉമ്മമാർ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മഹത്തായ ഈ സദസ്സിലേക്ക് ആവേശത്തോടെ നടന്നു വരുന്നത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുകയുണ്ടായി. അവരുടെ കാലടികളുടെ എണ്ണം കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ധാരാളമായി ഖൈറും ബറക്കത്തും ഏറ്റി നൽകട്ടെ. പരിശുദ്ധ ദീനിനോടുള്ള ഈ ഇഷ്ടവും താല്പര്യവും ജീവിതത്തിന്റെ അവസാനം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നിലനിർത്തി തരട്ടെ. പ്രത്യേകിച്ചും ഇന്നലെ നമ്മുടെ മഹല്ലിൽ നഫീസ എന്നു പേരുള്ള ഒരു സഹോദരി കോവിഡ് ബാധിച്ചുകൊണ്ട് മരണപ്പെടുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശുഹദാക്കളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടുള്ള മരണങ്ങളിൽ ആ സഹോദരിയുടെ മരണവും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷകരമായ നിലയിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. മുമ്പ് ഞാൻ പഠിപ്പിച്ചു തന്ന പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും ദിക്റുകൾ ചൊല്ലി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ-ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ-ഇസ്ലാമി ദീനാ بمحمد صلى الله عليه وسلم نبيا. رضيت بالله ربا وبالإسلام دينا بمحمد صلى الله عليه وسلم نبيا. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. حسبي الله لا إله إلا هو عليه توكلت وهو
وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم اللهم صل على سيدنا محمد 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 ഇൻഷാഅല്ലാഹ് ഇതുപോലെ ജീവിതത്തിൽ പതിവാക്കാൻ ഒരു ദിക്റ് കൂടി പഠിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജൻ വമിൻ കുല്ലി ഹമ്മിൻ ഫറജൻ വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, എന്താ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ? പറയൂ, പാപമോചനം തേടൽ എന്ന് പറഞ്ഞാൽ എന്ത് ചൊല്ലൽ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ നിർബന്ധമാക്കിയാൽ. ഇസ്തിഗ്ഫാറിനെ നിർബന്ധമാക്കിയാൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇസ്തിഗ്ഫാറിനെ എപ്പോഴും കൊണ്ടു നടന്നാൽ, എല്ലാ ദിവസവും മുടങ്ങാതെ നമുക്ക് സൗകര്യമുള്ള സമയത്ത് ഇസ്തിഗ്ഫാറിനെ പതിവാക്കിയാൽ, ജഅലല്ലാഹു ലഹു, അല്ലാഹു അവനെ ആക്കി കൊടുക്കും, മിൻ കുല്ലി ളീഖിൻ മഖ്റജൻ, അല്ലാഹു അവന്റെ പാപങ്ങൾ പൊറുക്കും എന്നല്ല പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞത്? മിൻ കുല്ലി ളീഖിൻ മഖ്റജൻ, എല്ലാ ഇടുക്കങ്ങളിൽ നിന്നും അവൻ ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്കും. എന്തെങ്കിലും ഇടങ്ങേറ്, അതുപോലെ ഇടുക്കങ്ങൾ, പ്രയാസങ്ങൾ, അതിനൊക്കെ അല്ലാഹു ഒരു പോംവഴി അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും. മാത്രമല്ല, സമാധാനമില്ലാത്ത ഈ കാലത്ത് നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. അതിനുകൂടി ഇസ്തിഗ്ഫാർ നിമിത്തമാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, ഹമ്മ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനക്ലേശം, മനസ്സിന്റെ പ്രയാസങ്ങൾ. അതിനൊക്കെ അല്ലാഹു ഒരു പഴയ മലയാളത്തിൽ പറഞ്ഞ തുറവടി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അല്ലാഹു ഒരു മോചനം നൽകും, എല്ലാവിധ മനക്ലേശത്തിൽ നിന്ന് പരിഹാരം നൽകും. പിന്നെ ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത്, അതാണ് അവസാനം പറയുന്നത്, ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ പാപം പൊറുക്കും. പിന്നെ എല്ലാവർക്കും അറിയാം, ഇസ്തിഗ്ഫാറിന്റെ പ്രധാനപ്പെട്ട 3 ഗുണങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ
എല്ലാ ഇടുക്കങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു അവന് ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്കും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ മനക്ലേശങ്ങളിൽ നിന്നും അല്ലാഹു അവൾക്കും മോചനം നൽകും. മൂന്നാമതായി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. വറസഖഹു, അല്ലാഹു അവന് റിസ്ക് നൽകും. റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ റിസ്ക് കഴിച്ചിട്ടില്ല ഇങ്ങോട്ട് വന്നേ. റിസ്ക് ഭക്ഷണം. റിസ്ക് എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ആ ഭക്ഷണത്തിന് മാത്രമല്ല പറയാം. അള്ളാഹു നമുക്ക് ജീവിക്കാനായിട്ട് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് റിസ്ക്. മലയാളത്തിൽ നമുക്ക് ഭക്ഷണം എന്ന് നമ്മൾ അർത്ഥം പറയുന്നത് മാത്രം. വറസഖഹു, അല്ലാഹു അവന് നൽകുന്നതാണ്. മിൻ ഹൈസു ലാ യഹ്തസിബ്, എങ്ങനെ നൽകുക? അവൻ വിചാരിക്കാത്ത വഴികളിലൂടെ, അവൻ വിചാരിക്കാത്ത മാർഗങ്ങളിലൂടെ അല്ലാഹു അവന് ജീവിത വിഭവങ്ങൾ നൽകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ വിചാരിക്കാത്ത വഴിയിലൂടെ വിഭവങ്ങൾ നൽകുമെന്ന്? അതിന് ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ നേതാവ്, എന്റെയും നേതാവ് നഫീസത്തുൽ മിസ്രിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായിരുന്നാലും അവർ നോമ്പനുഷ്ഠിച്ചുകൊണ്ട്, സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഒരു യാചകൻ കടന്നു വരുന്നത്. ഉടനെ തന്നെ തന്റെ നോമ്പ് നോൽക്കാൻ വേണ്ടി, നോമ്പ് തുറക്കാൻ വേണ്ടി എടുത്തു വച്ച പത്തിരി മുഴുവനും, ഭക്ഷണം മുഴുവനും ഒന്നും ആലോചിക്കാതെ യാചകന് കൊടുക്കുകയാണ്. അങ്ങനെ നോമ്പ് തുറക്കുന്ന സമയമായപ്പോ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു കുട്ടി വന്നു. കുട്ടി വന്നിട്ട് ഒരു പാത്രം കൊടുത്തു. ആ പാത്രം തുറന്നു നോക്കിയപ്പോൾ അതിൽ നിറയെ പത്തിരികളായിരുന്നു. അങ്ങനെ മഹദി അള്ളാഹുവിനെ പ്രേമിക്കുകയും അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹുവിനെ ഒരു കാമുകനെ പോലെ അള്ളാഹുവിനോട് പ്രണയം കാട്ടിയ മഹദിയാണ്. ആ മഹദിയ പത്തിരി എണ്ണി നോക്കുകയാണ്. എണ്ണി നോക്കിയിട്ട് പറയുന്നു, ആ കുട്ടിയോട് പറയുകയാണ്, ഇതിലൊരു പത്തിരി കുറവുണ്ടല്ലോ മോനെ, ഒരു പത്തിരി എവിടെ പോയി? ഇതിൽ 11 പത്തിരി കാണണം ഉദാഹരണത്തിന്, പക്ഷെ 10 പത്തിരിയേ ഉള്ളൂ, 9 പത്തിരിയേ ഉള്ളുവല്ലോ, 10ാമത്തെ പത്തിരി എവിടെ പോയി എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി കള്ളം പറഞ്ഞു, 9 പത്തിരിയെ കൊടുത്തയച്ചിട്ടുള്ളൂ എന്ന്. പിന്നെയും ആ കുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ ആ കുട്ടി സമ്മതിച്ചു, 10 പത്തിരി ഉണ്ടായിരുന്നു, ഒരു പത്തിരി ഞാൻ വഴിയിൽ നിന്നും അടിച്ചു മാറ്റി എന്ന് സത്യം പറഞ്ഞു. അപ്പോ കൗതുകത്തോടെ ആ കുട്ടി മഹദിയോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? 10 പത്തിരി ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അപ്പോൾ അല്ലാഹുവിന്റെ സ്നേഹഭാജനമായ ആ മഹദി പറയുകയാണ്, എന്റെ റബ്ബനോട് പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഒരു നന്മ ചെയ്താൽ അയാൾക്ക് എത്ര നന്മ ലഭിക്കും? ചുരുങ്ങിയത് എത്ര നന്മ ലഭിക്കും? എത്ര എന്ന് പറഞ്ഞത്? 10 എണ്ണം. ഒരു നന്മക്ക് ഏറ്റവും മിനിമം അല്ലാഹു നൽകുന്ന പ്രതിഫലം 10 നന്മയാണ്. പക്ഷേ ദുനിയാവിൽ വെച്ച് നൽകും അല്ലാഹുവിന്റെ, ഒരു പക്ഷേ അത് ആഖിറത്തിലേക്ക് എടുത്തു മാറ്റും. ഇതിൽ നിന്ന് നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾക്ക് അള്ളാഹു അപ്പോൾ നൽകും, എല്ലാവർക്കും നൽകും. മറ്റൊന്ന്, അവൻ വിചാരിക്കാത്ത വഴിയിലൂടെയാണ് നല്ല മനുഷ്യർക്ക് ഭക്ഷണം നൽകുക.
അപ്പൊ ആ മഹദിയുടെ ഒരു ദറജയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഈ പാപിയായ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാൻ സാധിക്കും, ഞാൻ എന്തെങ്കിലും ഒരു 10 രൂപയെങ്കിലും ആർക്കെങ്കിലും ഒരു കൊടുത്ത ദിവസം ഉണ്ടെങ്കിൽ അന്ന് എങ്ങനെയെങ്കിലും എനിക്ക് ഒരു 10 റുപ്യ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും, ഏറ്റവും ചുരുങ്ങിയത്. അല്ലെങ്കിൽ അന്ന് എനിക്കൊരു 100 റുപ്യെങ്കിലും കിട്ടും എവിടുന്നെങ്കിലും. അങ്ങനെയുള്ള ഒരു അനുഭവം ഒരുപാട് എനിക്ക് പറയാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകും. അതുപോലെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒട്ടും വിചാരിക്കാത്ത രീതിയിൽ ആളുകൾ എന്തെങ്കിലും നല്ല മനുഷ്യർ നമ്മെ സഹായിക്കും. അതിനൊക്കെ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മരുന്നാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. എന്താണ് ആ മരുന്ന്? ഇസ്തിഗ്ഫാർ. അപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഒരു 100 വട്ടമെങ്കിലും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലാറുണ്ട്. എൻ്റെ പാപങ്ങൾ പൊറുക്കാൻ മാത്രമല്ല, എൻ്റെ ടെൻഷൻ മാറാൻ, എൻ്റെ പ്രയാസങ്ങൾ മാറാൻ, ഞാൻ വിചാരിക്കാത്ത വഴിയിലൂടെ എനിക്ക് ജീവിത വിഭവങ്ങൾ ലഭിക്കാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ദിവസവും ഒരു 100 വട്ടം ചെല്ലാൻ 100 സെക്കൻഡ് മതി. നമ്മൾ 100 പ്രാവശ്യം എണ്ണുന്ന സമയം മാത്രം മതി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇന്നു മുതൽ ശുദ്ധിയില്ലാത്ത സഹോദരിമാർ പോലും അത് പതിവാക്കണമെന്ന് ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി നിങ്ങളോട് ഉണർത്തുകയാണ്. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അങ്ങനെ ചെയ്യുന്നവരായിരിക്കാം എങ്കിലും ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് ഏതെങ്കിലും ഒരു മൊയിലേര് പറഞ്ഞതല്ല. ആര് പറഞ്ഞതാണ്? പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇതിനെ മുറുകെ പിടിക്കണം. എല്ലാ സമയത്തും ഇസ്തിഗ്ഫാർ മുറുകെ പിടിക്കണം. അപ്പൊ ടെൻഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരെ, പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉഖബ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ഉഖബ, അലാ ഉഖ്ബിറുക ബി അഫ്ളലി അഖ്ലാഖി അഹ്ലി ദുനിയ വൽ ആഖിറ. ദുനിയാവിലെയും ആഖിറത്തിലെയും ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും മാന്യമായ സ്വഭാവങ്ങൾ, ഏറ്റവും പവിത്രമായ സ്വഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരട്ടെയോ? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഖബ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. എന്താണ് ആദ്യമായി പറഞ്ഞത്? ഓർമ്മയുണ്ടോ? എന്താ ആദ്യമായി പറഞ്ഞത്? എന്തിനെ കുറിച്ചാ പറഞ്ഞത്? നിങ്ങൾ പറയേ. ഓർമ്മയില്ല? എന്തിനെ കുറിച്ചാ പറഞ്ഞത്? ഓർമ്മയുണ്ടെങ്കിൽ പറയാനൊരു മടി അല്ലേ? നിന്നോട് ബന്ധം, കുടുംബ ബന്ധം ചേർക്കണം എന്നല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനും അപ്പുറം എന്ത് പറഞ്ഞു? നിന്നോട് ബന്ധമില്ലാത്ത ആളുകളോട് പോലും നീ എന്ത് ചെയ്യണം? ബന്ധം സ്ഥാപിക്കണമെന്ന് പരിശുദ്ധ റസൂൽ. ബന്ധമുള്ളവരോട് നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നത് മനുഷ്യന്റെ സ്വഭാവമാണ്. അത് മാന്യമായ സ്വഭാവമാണ്. എന്നാൽ ഏറ്റവും മാന്യമായ സ്വഭാവം ഏതാണ്? ബന്ധമില്ലാത്തവരോട് പോലും, നിന്നോട് പിണങ്ങിക്കഴിയുന്നവരോട് പോലും, നിന്നോട് അകന്ന് കഴിയുന്നവരോട് പോലും ബന്ധം സ്ഥാപിക്കണം എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ സൈക്കോളജിസ്റ്റുകൾ പറയാറുണ്ട്, സൈക്കോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രജ്ഞന്മാർ, കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാർ, കത്രിക ആകരുത്, സൂചിയാവണം എന്ന്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? മനുഷ്യൻ കത്രികയാവാൻ പാടില്ല, പിന്നെ ആരാവണം? സൂചിയാവണം. എന്തെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? കത്രികന്റെ പണി എന്താണ്? കത്രികന്റെ പണി എന്താ?
വെട്ടിമാറ്റാൻ. നമ്മുടെ കത്രികയും കൈ പിടിച്ചിങ്ങനെ വെട്ടിമാറ്റാൻ നടക്കരുത്. എന്ത് വെട്ടിമാറ്റാൻ? ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, അയൽപക്ക ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, മറ്റു ബന്ധങ്ങൾ, മനുഷ്യരോടുള്ള മറ്റു ബന്ധങ്ങൾ. ആ ബന്ധങ്ങളെ വെട്ടിമാറ്റുന്ന കത്രികയായി തീരാൻ പാടില്ല. പിന്നെ നമ്മൾ എന്താവണം? സൂചിയാവണം. എന്താണ് സൂചിയുടെ ദൗത്യം? സൂചിയുടെ ദൗത്യം തുന്നിച്ചേർക്കൽ. അറ്റുപോയ തുണികൾ, അറ്റുപോയ ബന്ധങ്ങളെ തുന്നിച്ചേർക്കുന്ന സൂചിയാകണം സത്യവിശ്വാസി. അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതുതന്നെയാണ് നമ്മുടെ കരളിന്റെ കഷ്ണമായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. കുടുംബ ബന്ധം പുലർത്തുന്നവർക്ക് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഒന്നാമത്തേത് ഞാൻ പറയാം. ഒന്നാമത്തേത്, അവന്റെ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകും, ബർക്കത്തുണ്ടാകും. രണ്ടാമത്തേതോ, ആയുസ് ദീർഘിക്കും. എങ്ങനെയാണ് ആയുസ് ദീർഘിക്കാന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. ഇൻഷാ അല്ലാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് കുറെ കുടുംബക്കാരുണ്ട്, ഞാൻ അവരോട് വളരെ മാന്യമായി നല്ല നിലയിൽ നന്മയോട് കൂടി പെരുമാറുകയാണ്. പക്ഷേ അവരൊക്കെ എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. എത്ര നന്മ ചെയ്താലും തിരിച്ചിങ്ങോട്ട് ഒരു നല്ല വാക്ക് പോലും പറയാത്ത ഒരു കുടുംബക്കാരൻ എനിക്കുണ്ടെന്ന് പരിശുദ്ധ റസൂലിനോട് ഒരാൾ വന്നുകൊണ്ട് പറയുകയാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് അയാളോട് പറഞ്ഞത്? ബന്ധം മുറിക്കണം എന്നാണോ? അല്ല, നീ അയാളോടുള്ള ബന്ധം തുടർന്നുകൊണ്ടിരിക്കണം. അങ്ങനെ നീ തുടർന്നുകൊണ്ടിരുന്നാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായിയെ അള്ളാഹു നിനക്ക് വെച്ചു തരും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ മുത്തുനബി പഠിപ്പിക്കുന്നു, ചേർക്കുന്നവൻ അല്ല, പകരത്തിനു പകരം ചേർക്കുന്നവനല്ല യഥാർത്ഥത്തിൽ ചേർക്കുന്നവൻ. പിന്നെ ആരാണ് ചേർക്കുന്നവൻ? ശരിക്കും ചേർക്കുന്നവൻ ആരാണ്? കുടുംബബന്ധം ചേർക്കുന്നവൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ബന്ധം മുറിഞ്ഞാൽ അതിനെ കൂട്ടിച്ചേർക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ചേർക്കുന്നവൻ. അതല്ലാതെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങോട്ടുണ്ട് അപ്പൊ അങ്ങോട്ടും, ഇങ്ങോട്ട് വന്നു അപ്പൊ അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അങ്ങോട്ടും ബന്ധം സ്ഥാപിച്ചു, അതിന് പകരത്തിന് പകരം ചെയ്യുന്നവനല്ല യഥാർത്ഥത്തിൽ ചേർക്കുന്നവൻ. അറ്റുപോയ ബന്ധങ്ങളെ കൂട്ടിയിണക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ചേർക്കുന്നവനെന്ന് പരിശുദ്ധ റസൂൽ. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഉമ്മാന്റെ അനിയത്തിയെ കുറിച്ചും ജ്യേഷ്ഠത്തിയെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞേ? ഉമ്മയുടെ സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ ഉമ്മയെ കാണുന്ന അതേ കണ്ണുകൊണ്ട് ഉമ്മാന്റെ പ്രിയപ്പെട്ട അനിയത്തിയെയും ജ്യേഷ്ഠത്തിയെയും കാണാൻ നമുക്ക് സാധിക്കണം. അതേ ബഹുമാനം നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ പിതാവിന്റെ ജ്യേഷ്ഠനെ കുറിച്ചും അനിയനെ കുറിച്ചും എളാപ്പാനെ കുറിച്ചും മൂത്താപ്പാനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അത് ബാപ്പാന്റെ സ്ഥാനത്താണ്. എളാപ്പയും മൂത്താപ്പയും ബാപ്പ തന്നെയാണ് എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ മൂന്ന് മാന്യമായ സ്വഭാവ ഗുണങ്ങളിൽ ഒന്നാമത്തേതാണ് നമ്മൾ പഠിച്ചത്. അതേതാണ്? നിന്നോട് ബന്ധം സ്ഥാപിക്കാത്തവരോട് പോലും നീ അങ്ങോട്ട് പോയി ബന്ധം സ്ഥാപിക്കണം. രണ്ടാമത്തെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു സ്ഥലത്ത് ചൊല്ലിക്കോളൂ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.
സ്വല്ലി അലാ മുഹമ്മദ്. രണ്ടാമത്തെ കാര്യം പറയാൻ പോവുകയാണ്. വതുഅതി മൻ ഹറമക. വതുഅതി, നീ നൽകിക്കൊണ്ടിരിക്കണം. ആർക്ക് നൽകണം? മൻ ഹറമക, നിനക്ക് തടഞ്ഞു വെക്കുന്നവർക്ക് പോലും നീ നൽകിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ നൽകാറുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് അഭിമാനത്തോടു കൂടി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാം, ഏറ്റവും നല്ല മാന്യമായ സ്വഭാവത്തിന്റെ ഉടമയാണ് ഞാൻ എന്ന്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങോട്ട് തടഞ്ഞു വെക്കുന്നവർക്ക് പോലും, ചില അയൽവാസികൾ ഉണ്ടാവും, വെള്ളം തടഞ്ഞു വെക്കും, ഉപ്പ് തടഞ്ഞു വെക്കും. പ്രത്യേകിച്ച് ഈ രണ്ട് സാധനങ്ങൾ ഒരു കാരണവശാലും തടഞ്ഞു വെക്കരുത് എന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തടഞ്ഞു വെക്കാൻ പാടില്ലാത്ത വേറെ സാധനമാണ് തീ. തീ ആവശ്യപ്പെട്ടാൽ കൊടുക്കണം, വെള്ളം ആവശ്യപ്പെട്ടാൽ കൊടുക്കണം, ഉപ്പ് ആവശ്യപ്പെട്ടാൽ കൊടുക്കണം. തടഞ്ഞു വെക്കുന്നവർക്ക് പോലും കൊടുത്തുകൊണ്ടിരിക്കണം. ഏത് തരത്തിലുള്ള തടഞ്ഞു വെക്കലായാലും ശരി, അവർക്ക് പോലും നീ കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് പരിശുദ്ധ റസൂൽ. ഒന്നും കൊടുക്കാനില്ലെങ്കിൽ എന്തു ചെയ്യണം? ഉപദ്രവിക്കാതിരിക്കുക. അത് ഏറ്റവും വലിയൊരു കൊടുക്കലാണ്. നല്ല വാക്കുകൾ പറയണം, പുഞ്ചിരിക്കണം. തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖത്തുൻ. നിന്റെ സഹോദരന്റെ, നിന്റെ സഹോദരിയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കൽ പോലും ധർമ്മമാണെന്ന് പരിശുദ്ധ റസൂൽ. എങ്ങനെയൊക്കെ കൊടുക്കണം? സകാത്തായിട്ട് കൊടുക്കണം. പിന്നെ എങ്ങനെ കൊടുക്കണം? സ്വതക്കയായിട്ട് കൊടുക്കണം. പിന്നെ എങ്ങനെ കൊടുക്കണം? ഹദിയയായിട്ട് കൊടുക്കണം. പണക്കാരനാണെങ്കിൽ അയാൾക്ക് സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അയാൾക്ക് സ്വതക്ക കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അയാൾക്ക് എന്ത് കൊടുക്കാം? ഹദിയ കൊടുക്കാം. എന്താ ഹദിയ എന്ന് പറഞ്ഞാൽ? എന്താ ഹദിയ? സമ്മാനം, ഗിഫ്റ്റ് കൊടുക്കണം. ഒരുപക്ഷെ നമ്മുടെ മോളെ കല്യാണത്തിന് ഒരു സഹായം ചെയ്യാത്ത ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ പരസ്പര സഹായത്തെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലാത്ത ആളുകളായിരിക്കാം. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ട് എന്ത് ലഭിച്ചു എന്ന് നോക്കിയിട്ട് ആവരുത് അങ്ങോട്ടുള്ള സഹായം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വതുഅതി മൻ ഹറമക, നിന്നോട് നിനക്ക് തടഞ്ഞു വെക്കുന്നവർക്ക് പോലും, നിനക്ക് നിഷേധിക്കുന്നവർക്ക് പോലും നീ കൊടുത്തുകൊണ്ടിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തഹാദു തഹബ്ബു. നിങ്ങൾ സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു കാര്യമില്ല സഹോദരിമാരെ. ഏത് കാര്യമാണ് മുത്ത് റസൂൽ നമുക്ക് പറഞ്ഞു തരാതിരുന്നിട്ടുള്ളത്? ഒന്നുമില്ല, ഒന്നും. തഹാദു, നിങ്ങൾ ഹദിയ നൽകണം, നിങ്ങൾ സമ്മാനം നൽകണം, പരസ്പരം നിങ്ങൾ സമ്മാനങ്ങൾ കൈമാറണം. അപ്പൊ കൂടിയിരിക്കുമ്പോഴൊക്കെ, വീട് കൂടുന്നതിലൊക്കെ സമ്മാനം കൊടുക്കുന്നത് മുത്ത് റസൂൽ പഠിപ്പിച്ചതാണ്. അതിനൊരു കുഴപ്പമില്ല, സുന്നത്താണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. തഹാദു, നിങ്ങൾ പരസ്പരം ഹദിയ കൊടുക്കണം. എന്നാൽ തഹബ്ബു, എന്തുണ്ടാവും? നിങ്ങൾക്ക് പരസ്പരം സ്നേഹം ഉണ്ടാവുമെന്ന് പരിശുദ്ധ റസൂൽ. അത് അയൽപ്പക്കത്തേക്ക് മാത്രമല്ല, ഒരു ഭർത്താവിന് ഭാര്യക്ക് സമ്മാനം കൊടുക്കാം, ഒരു ഭാര്യക്ക് ഭർത്താവിന് സമ്മാനം കൊടുക്കാം, ഒരു ഉമ്മാക്ക് കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാം. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അത് തുടങ്ങണം. നല്ല നല്ല സമ്മാനങ്ങൾ, ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടില്ലാത്ത, മനുഷ്യന് ഉപകാരപ്രദമായ സമ്മാനങ്ങൾ ഏതും കൊടുക്കാം. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹഭാജനമായിരുന്ന, നമ്മുടെ കരളിന്റെ കഷ്ണമായ നമ്മുടെ ഉമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹ,
അവർ മരണപ്പെട്ട ദിവസം നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ വർഷവും ഒരു ആടിനെ അറുത്തുകൊണ്ട് ഖദീജയുടെ റളിയല്ലാഹു അൻഹ കൂട്ടുകാരികൾക്ക് സമ്മാനം കൊടുത്തയക്കുമായിരുന്നു. ഖദീജയോടുള്ള സ്നേഹം കാരണം, ഖദീജയോടുള്ള റളിയല്ലാഹു അൻഹ ബഹുമാനം കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ വർഷവും ഖദീജയുടെ കൂട്ടുകാരികൾക്ക് സമ്മാനം കൊടുത്തയക്കാറുണ്ടായിരുന്നു. ഏത് സമ്മാനം? ആട്ടിനെ അറുത്തുകൊണ്ട് മാംസം വിതരണം ചെയ്യുമായിരുന്നു. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താണ്? നിനക്ക് നൽകാത്തവർക്ക് പോലും നീ നൽകിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മുടെ മനസ്സിന്റെ കിബറൊക്കെ അങ്ങോട്ട് പോവും, മനസ്സങ്ങോട്ട് വിശാലമാവും. പിന്നെ നമ്മുടെ മനസ്സിൽ അല്ലാഹ് എന്ന ഒരു വിചാരം മാത്രമേ ഉണ്ടാവില്ല, വേറൊന്നും ഉണ്ടാവില്ല. അല്ലാഹു നമ്മുടെ കൽബിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുന്നാര മകളായ ആയിഷ റളിയല്ലാഹു അൻഹാ, നബിയുടെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ, ലോക വനിതകളുടെ, ലോക മുസ്ലിമീങ്ങളുടെ നേതാവായ ആയിഷ, ആയിഷയെ കുറിച്ച് അപവാദം പറഞ്ഞു പരത്തിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇല്ലാത്ത കഥകൾ പറഞ്ഞു പരത്തിയ ഒരു മനുഷ്യൻ, അപവാദ കഥകൾ പറഞ്ഞു പരത്തിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന് ചിലവ് നൽകിയിരുന്നത് ബാപ്പയായിരുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ മനുഷ്യനെ തീറ്റിപ്പോറ്റിയിരുന്നത്, ആ മനുഷ്യന് പൈസ കൊടുത്തിരുന്നതും, ആ മനുഷ്യന്റെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നതും ആയിഷയുടെ പിതാവായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. പക്ഷേ മകളെ കുറിച്ച് അപവാദം പറഞ്ഞു പരത്തിയവരുടെ കൂട്ടത്തിൽ ഇദ്ദേഹവും ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പിതാവിന്റെ മനസ്സു വേദനിച്ചു. വാത്സല്യനിധിയായ ആ ബാപ്പാന്റെ മനസ്സു വേദനിച്ചു. ബാപ്പ തീരുമാനിച്ചു, ഇനി മനുഷ്യന്, ഈ പാവപ്പെട്ട മനുഷ്യന് ഇനി ഞാൻ 5 പൈസ പോലും കൊടുക്കുകയില്ല. എന്താ കാരണം? ആയിഷ ബീവിന്റെ അപവാദ കഥ നിങ്ങൾക്കറിയാലോ. ആയിഷ ബീവിയെ കുറിച്ച് അപവാദം പറഞ്ഞു പരത്തിയവരുടെ കൂട്ടത്തിൽ ഇദ്ദേഹവും ഉണ്ട്. അതുകൊണ്ട് ഇവന് ഞാൻ ഇനി 5 പൈസ പോലും എന്റെ കൈ കൊണ്ട് കൊടുക്കുകയില്ലെന്ന് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രതിജ്ഞയെടുത്തു. ആ സമയത്താണ് വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇറങ്ങുന്നത്. ആ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെയായിരുന്നു: നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നത്, ഇതിന്റെ പേരിൽ, എന്തെങ്കിലും വിഷയത്തിന്റെ പേരിൽ നിങ്ങൾ തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ ആയത്ത് അവതരിപ്പിച്ചു. ഉടനെ തന്നെ ഖുർആന്റെ വാഹകനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? തന്റെ പ്രതിജ്ഞ മാറ്റി തന്റെ കരളിന്റെ കഷ്ണമായ പുന്നാര മോളെ കുറിച്ച് അപവാദം പറഞ്ഞു പരത്തിയവന് പോലും വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന കേട്ട പാടെ കൊടുക്കാൻ തുടങ്ങി. പിന്നെയും വാരിക്കോരി കൊടുക്കാൻ തുടങ്ങി എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്താണ് ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം? നമുക്ക് നൽകാത്തവരോടും നമുക്ക് താല്പര്യമില്ലാത്തവരോടും നാം കൊടുക്കുന്നത് ഒരിക്കലും നിർത്തിവെക്കാൻ പാടില്ല. തടയുന്നവർക്ക് പോലും കൊടുക്കണമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد. ഇപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് പറയും, മറക്കാൻ പാടില്ല. ഒന്ന്
ഒന്ന്, നിന്നോട് ബന്ധം മുറിച്ചു കളയുന്നവരോട് പോലും നീ അങ്ങോട്ട് പോയി ബന്ധം സ്ഥാപിക്കണം. രണ്ടാമത്തെ കാര്യം പറഞ്ഞോളൂ, മറന്നോ? നിനക്ക് നൽകാത്തവർക്ക് പോലും നീ കൊടുക്കണം. ഇനി മൂന്നാമത്തെ കാര്യം എന്നൊന്നും ഉഷാറില്ലല്ലോ, അത് പറ്റി മൂന്നാമത്തെ കാര്യം കേട്ടോളൂ. നീ പുറത്തു കൊടുക്കണം, നീ വിട്ടുവീഴ്ച ചെയ്യണം. നിന്നോട് ദുൽമ ചെയ്തവരോട് പോലും. എന്താ ദുൽമ എന്ന് പറഞ്ഞാൽ? എന്താ ദുൽമ? വാട്ട് ഈസ് ദുൽമ? അക്രമം. രണ്ട് തരത്തിൽ അക്രമമുണ്ട്. ഒന്ന് ശാരീരികമായ അക്രമം, മറ്റൊന്ന് മാനസികമായ പീഡനം. ഇതിൽ ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്ത ഏതാ? ആദ്യം പറഞ്ഞതോ അവസാനം പറഞ്ഞതോ? മാനസിക പീഡനമാണ്. രണ്ട് തരത്തിലും ഒരു മനുഷ്യനെ പീഡിപ്പിക്കാൻ പാടില്ല. ഇസ്ലാം കടുത്ത ഹറാമാക്കി നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. ദുൽമ ഹറാമാണ്, പക്ഷേ ദുൽമ ചെയ്തവരോട് പോലും പുറത്തു കൊടുക്കണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പൊറുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്തവരായിരിക്കാം, നമുക്ക് മാപ്പ് നൽകാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മെ കുറിച്ച് പറഞ്ഞു പരത്തിയവരായിരിക്കാം. എങ്കിലും അവർക്ക് വിട്ടുവീഴ്ച നൽകുക, എങ്കിലും അവർക്ക് പുറത്തു കൊടുക്കുക. അത് പരാജയമല്ല, അത് വിജയമാണ്. അത് തോൽക്കലല്ല, തോറ്റു കൊടുക്കലാണ്. തോൽക്കലും തോറ്റു കൊടുക്കലും വ്യത്യാസം. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും നമ്മളൊന്ന് തോറ്റു കൊടുത്താൽ, തോൽക്കുകയല്ല, പിന്നെന്താ? തോറ്റു കൊടുക്കുക. അതെന്താ തോറ്റു കൊടുക്കലും തോൽക്കലും വ്യത്യാസം? ഭർത്താവ് ഇങ്ങനെ നിരന്തരമായി നമ്മളെ ചീത്ത പറയുന്നുണ്ടാവും. പണി കഴിഞ്ഞ് ക്ഷീണിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോഴേക്ക് ഒരു പക്ഷേ ഒന്ന് മിണ്ടാതിരിക്കുക, ഒന്ന് സമാധാനിപ്പിക്കുക, ഒന്ന് തോറ്റു കൊടുക്കുക, വലിയ പ്രശ്നങ്ങൾ അവസാനിക്കും. അയാൾ പറയുന്നത് ഒരു പക്ഷേ, അദ്ദേഹം പറയുന്നത് ഒരു പക്ഷേ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യമായിരിക്കാം. അപ്പോൾ സന്തോഷത്തിന് വേണ്ടി, രണ്ടുപേരുടെയും സന്തോഷം നിലനിൽക്കാൻ വേണ്ടി ഒന്ന് തോറ്റു കൊടുക്കുക. അങ്ങനെ തോറ്റു കൊടുത്താൽ എന്താ ഉണ്ടാവുക? വിജയമുണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വതഅഫു അമ്മൻ ളലമക. നിന്നെ ആക്രമിച്ചവർക്ക് പോലും നീ മാപ്പ് കൊടുക്കണം. കൊച്ചു കൊച്ചു തെറ്റുകൾ നമ്മൾ പൊറുക്കും, വലിയ വലിയ തെറ്റുകൾ പോലും പൊറുക്കണം. അതാണ് ഏറ്റവും മാന്യമായ സ്വഭാവമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ നടന്നു പോകുന്ന വഴിയിൽ മുള്ളുകൾ വിതറിയിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ജൂതയായ ഒരു പെൺകുട്ടി. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ എന്നും തന്നെ ഉപദ്രവിക്കുകയും തന്റെ വഴിയിൽ മുള്ളുകൾ വിതറുകയും തന്നെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തിരുന്ന ആ പെൺകുട്ടിയെ റസൂലുള്ളാഹിക്ക് കാണാനില്ലാതെയായി. റസൂലുള്ളാഹി അവളെ കുറിച്ച് അന്വേഷിച്ചു. അവൾ അസുഖബാധിതയായി കിടക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ദൂരെയുള്ള അവളുടെ വീട് അന്വേഷിച്ചുകൊണ്ട് മുത്തു റസൂൽ നടന്നുപോയി. അപ്പോൾ അവൾ പനിച്ചുകൊണ്ട് മൂടിപ്പുതച്ച് കിടക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപാടെ അത്ഭുതത്തോടു കൂടി അവൾ മുത്തു റസൂലിനെ നോക്കി. ഞാൻ എപ്പോഴും
ഉപദ്രവിച്ചിരുന്ന മുത്തു നബിയാണല്ലോ, മുഹമ്മദാണല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ സന്ദർശിക്കാൻ വന്നിരിക്കുന്നത്. ആ കുട്ടിക്ക് വല്ലാത്ത അത്ഭുതമായി. ആ കുട്ടിയും ആ കുടുംബവും ഒന്നടങ്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്യുത്കൃഷ്ടമായ ഈ സ്വഭാവ ഗുണത്തിന്റെ പേരിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് തൗഹീദിന്റെ വാഹകരായി മാറി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. മറ്റൊരിക്കൽ ഒരു അമ്മയതാ വിറകും ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ആ അമ്മയോട് അലിവ് തോന്നുകയാണ് മുത്തുനബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിറക് തന്റെ പരിശുദ്ധമായ ചുമലിലേക്ക് നടക്കുകയാണ് ആ അമ്മയുടെ വീടെത്തുന്നത് വരെ. വീടെത്തിയപ്പോൾ അമ്മക്ക് വളരെ സന്തോഷമായി. അമ്മയുടെ കയ്യിൽ മകന് കൊടുക്കാൻ സമ്മാനമൊന്നുമില്ല. സ്നേഹനിധിയായ ആ അമ്മ മുത്തുനബിയോട് പറഞ്ഞു, മോനെ, നല്ലൊരു മോനെ എനിക്ക് നല്ലോണം ഇഷ്ടമായി. മോനെ, ഞാൻ ഒരു ഉപദേശം തരാം. എന്തായിരുന്നു ഉപദേശം? മക്കയിൽ ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടുണ്ട്. അയാൾ നമ്മുടെ മതങ്ങളെ, നമ്മുടെ ആരാധനാ വസ്തുക്കളെ തള്ളിപ്പറയുന്ന ആളാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ബിംബങ്ങളെ ആരാധിക്കാൻ പാടില്ല എന്ന് പറയുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് മുഹമ്മദിന്റെ വലയിൽ മോൻ കുടുങ്ങരുത് എന്നാണ് ആ അമ്മ ആരോപിച്ചത്. നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്നേഹനിധിയായ കാരുണ്യത്തിന്റെ കടലായ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അമ്മയോട് പറഞ്ഞു, അമ്മേ, നിങ്ങൾ പറയുന്ന ആ മുഹമ്മദ് ഉണ്ടല്ലോ, അത് ഈ നിൽക്കുന്ന ഞാനാണ്. ഇത് കേട്ടപാടെ അത്ഭുതം കൊണ്ട് സ്തംഭിച്ചു പോയി ആ അമ്മ. ആ അമ്മയും ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? നമ്മോട് അക്രമങ്ങൾ ചെയ്യുന്നവരോട് പോലും മാപ്പ് നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഠിനമായി ഉപദ്രവിക്കുകയും കഠിനമായി കല്ലെറിയുകയും വേദനിപ്പിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കുമ്പോൾ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിൽ ചാർത്തുകയും ചെയ്തവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിൽക്കുകയാണ്. എപ്പോൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കീഴടക്കിയപ്പോൾ, ഫത്ഹു മക്ക എന്ന് പറയും. ശത്രുക്കൾ ഒന്നാകെ റസൂലുള്ളാഹിന്റെ മുന്നിൽ നിൽക്കുകയാണ്. റസൂലുള്ളാഹി അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് എന്ത് പ്രതികാരം ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അവർ പറഞ്ഞു, താങ്കൾ മാന്യനാണ്, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് മുഹമ്മദ്, അതുകൊണ്ട് ഞങ്ങൾക്ക് മാപ്പ് നൽകണമെന്ന് പറഞ്ഞപ്പോൾ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ഉപദ്രവങ്ങൾ നടത്തിയിരുന്ന, ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയ ഇസ്ലാമിന്റെ കഠിന വൈരികളായ ആ സമൂഹത്തോട് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്താ പറഞ്ഞത്? ലാ തസ്രീബ അലൈകുമുൽ യൗം, ഇന്നു നിങ്ങൾക്കുമേൽ ഒരു പ്രതികാരവുമില്ല. ഇദ്ഹബൂ വഅൻതും തുലഖാ, നിങ്ങളെല്ലാവരും പോയിക്കൊള്ളുക, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങളെ ഒരാളും ഒന്നും ചെയ്യൂല, നിങ്ങൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നു എന്നാണ് സ്നേഹത്തിന്റെ കടലായ, കാരുണ്യത്തിന്റെ കനലായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിന്റെ ഫലമായാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി ഒഴുകാൻ തുടങ്ങിയത്. അതുകൊണ്ട് നമുക്ക് പൊറുക്കാൻ കഴിയാത്ത കുറ്റങ്ങൾ ചെയ്തവരോട് പോലും പൊറുക്കണം സഹോദരിമാരെ. ഇതിന്
ഒരു വിധമുള്ള ആളുകൾക്കൊന്നും സാധിക്കില്ല. അതിന് നമ്മൾ ഒരു ട്രെയിനിങ് കിട്ടണം. അത്തരം ട്രെയിനിങ് ആണ് നമ്മുടെ ഈ ക്ലാസ്സിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അള്ളാഹു പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അതിനുള്ള വിശാലമായ മനസ്സ് നൽകട്ടെ. ഏറ്റവും വലിയ ഹറാമാണ്. ഒരാളോട് ദുൽമ ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഇത്തഖി ദഅവതൽ മദ്ലൂം. മദ്ലൂമിന്റെ പ്രാർത്ഥന നീ സൂക്ഷിക്കുക. ആരെ മദ്ലൂം എന്ന് പറഞ്ഞാല് നമ്മൾ ഒരാളെ ആക്രമിച്ച്, നമ്മുടെ അക്രമം ആർക്കാണോ ഏറ്റത്, അത് ശാരീരികമാവട്ടെ മാനസികമാവട്ടെ, അവന്റെ ദുആ നീ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? വഇന്നഹു ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. അവന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ യാതൊരു മറയുമില്ലെന്ന് പുണ്യ റസൂൽ. എന്താണ് പറഞ്ഞാൽ, ഓൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അപ്പോഴക്കപ്പോഴ അല്ലാഹു അതിന് ഉത്തരം കൊടുക്കും. അത് കാഫിറാണെങ്കിൽ പോലും എന്റെ ദൈവേ എന്നൊന്ന് വിളിച്ചാൽ മതി. മാനസികമായി പീഡിപ്പിക്കപ്പെട്ട ആള് ഒന്ന് അള്ളാനെ വിളിച്ചാൽ, പടച്ചോനെ എന്നെ അവൻ ആക്രമിച്ചല്ലോ, എന്നെ അവൻ പീഡിപ്പിച്ചല്ലോ എന്ന് വിളിച്ചു പോയാൽ ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു ഹിജാബും ഇല്ലാതെ അള്ളാഹു അവന്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് മുത്ത് റസൂൽ. അതുകൊണ്ടാണ് അമ്മമാരെ പറയുന്നത്, ഭർത്താവിനെതിരെ പറഞ്ഞു പോകരുത്, പ്രാർത്ഥിച്ചു പോകരുത്. കുടുംബങ്ങൾക്കെതിരെ പ്രാർത്ഥിച്ചു പോകരുത്. നമ്മുടെ അരുമയായ ഓമന മക്കൾക്കെതിരെ എന്തു തന്നെ ഉണ്ടായാലും ഒരക്ഷരം പോലും നിങ്ങളുടെ നാവിൽ നിന്നും കൽബിൽ നിന്നും അവർക്കെതിരായി പുറത്തു വരരുത്. അത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, ന്യായമായിട്ടാണെങ്കിൽ അല്ലാഹു അത് സ്വീകരിക്കും. അതിന്റെ ദുരന്ത ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മുൻഗാമികൾ നമുക്കൊരു ചരിത്രം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു പാവപ്പെട്ട മത്സ്യ വിൽപ്പനക്കാരൻ, ഒരു മീൻപിടുത്തക്കാരൻ ഉണ്ടായിരുന്നു. അയാൾ ഒരു പുഴക്കരയിൽ ഇരുന്ന് അല്ലെങ്കിൽ ഒരു കടൽക്കരയിൽ ഇരുന്ന് ഇങ്ങനെ ഒരു മീൻ പിടിക്കുകയായിരുന്നു. അങ്ങനെ അയാൾക്ക് ഭാഗ്യം കൊണ്ട് ഒരു വലിയ മീൻ കിട്ടി ഒരു ദിവസം. അങ്ങനെ ദുഷ്ടനായ ഒരു മനുഷ്യൻ അയാളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മീൻ എനിക്കു തരണം. ഓ പാവപ്പെട്ട മത്സ്യക്കാരൻ പറഞ്ഞു, മീൻപിടുത്തക്കാരൻ പറഞ്ഞു, ഇതെന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ പിടിച്ചതാണ്. എന്റെ വീട്ടിൽ കൊണ്ടുപോയി കറിയുണ്ടാക്കി സന്തോഷത്തോടെ കഴിയാനാണ് ഞാൻ ഈ മീൻ പിടിച്ചത്, വിൽപ്പനയ്ക്ക് വേണ്ടി പിടിച്ചതല്ല എന്ന് പറഞ്ഞപ്പോൾ അക്രമിയായ ആ മനുഷ്യൻ അയാളുടെ കയ്യിൽ നിന്നും മീൻ തട്ടിപ്പറിക്കുകയാണ്. ബലമായി പിടിച്ചെടുത്തു. അങ്ങനെ ആ മീനുമായി അക്രമി വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഈ സന്ദർഭത്തിൽ ആ പാവപ്പെട്ട മനുഷ്യൻ അല്ലാഹുവിനെ വിളിച്ചു, അല്ലാഹുവേ, ഈ മനുഷ്യൻ, എന്നെ ആക്രമിച്ച ഈ മനുഷ്യൻ ശക്തനാണ്, ഞാനൊരു പാവപ്പെട്ട ദുർബലനായ ഒരു മനുഷ്യനാണ് റബ്ബേ. അതുകൊണ്ട് അയാൾ പ്രാർത്ഥിച്ചത് എന്താണെന്നറിയോ? അല്ലാഹുവേ അരിനി ഖുദ്റതക അലൈഹി, നിന്റെ കഴിവ് നീ അയാൾക്ക് കാണിച്ചു കൊടുക്കണേ റബ്ബേ. എനിക്ക് അയാളൊന്നും ചെയ്യാൻ പറ്റില്ല, നീ അയാളെ കൈകാര്യം ചെയ്യണേ എന്നാണ് പ്രാർത്ഥിച്ചത്. അത്ഭുതം എന്ന് പറയട്ടെ, ആ മനുഷ്യൻ ഇങ്ങനെ മീനുമായി നടന്നു പോകുമ്പോൾ ആ വലിയ മീൻ അയാളുടെ കൈയിന്റെ വിരലിൽ ഒരു കടി കടിക്കുകയാണ്. ഉടനെ തന്നെ ആ മീൻ അയാളുടെ കയ്യിൽ നിന്നും തെറിച്ചുപോയി, ആ കടിയുടെ കാഠിന്യത്താൽ. അങ്ങനെ അയാൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയപ്പോൾ കടിയുടെ ശക്തി കാരണം, വേദന കാരണം അയാൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. കുടുംബക്കാരോട് പറഞ്ഞു, ശക്തിയായ വേദനയുണ്ട് എന്റെ കൈക്ക്, അതുകൊണ്ട് ഡോക്ടറെ സമീപിക്കണം. ഉടനെ തന്നെ ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഒരുപക്ഷെ നിങ്ങൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാകും ഈ കഥ. ഇതൊരു കെട്ടുകഥയല്ല, മുൻഗാമികൾക്ക് സംഭവിച്ച, ഇപ്പോഴും പലർക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കഥകളാണ്. ഡോക്ടർ പറഞ്ഞു, നിന്റെ വിരല് മുറിച്ചു കളയണം, അല്ലെങ്കിൽ അടുത്ത വിരലുകളിലേക്കും ഇത് സംഭവിക്കും, പഴുപ്പ് ബാധിക്കും.
നിവൃത്തിയില്ലാതെ അയാളുടെ ആ വിരൽ മുറിച്ചു കളയുകയാണ്. അങ്ങനെ അയാൾ വീട്ടിലേക്ക് വരികയാണ്. പക്ഷേ വേദനയ്ക്കൊരു മാറ്റവുമില്ല. പിന്നെയും പിന്നെയും വേദനിക്കുകയാണ്. അങ്ങനെ അയാൾ പിന്നെയും ഡോക്ടറെ സമീപിക്കുകയാണ്. ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു, തൊട്ടടുത്ത വിരലിലേക്ക് പഴുപ്പ് ബാധിച്ചിരിക്കുന്നു, അതും മുറിച്ചു കളയുകയില്ലാതെ നിവൃത്തിയില്ല എന്ന് ഡോക്ടർ പറയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ പിന്നെയും പിന്നെയും അയാൾക്ക് വേദന സഹിക്കാനാവാതെ ഡോക്ടറെ നിരവധി തവണ അയാൾ സമീപിക്കുകയാണ്. അയാളുടെ കൈയിന്റെ മുൻകൈ മുഴുവനും ഡോക്ടർ വെട്ടിമാറ്റുകയാണ്, കൈപ്പത്തി മുഴുവനും. അങ്ങനെ അയാൾ ഒരു ദിവസം ഡോക്ടറെ സമീപിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഡോക്ടറെ സമീപിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ വഴിയിൽ വെച്ച് ഒരു നല്ല മനുഷ്യനുമായി പരിചയപ്പെടുകയാണ്. ഒരു സ്വാലിഹായ മനുഷ്യനെ കാണുകയാണ്. ആ മനുഷ്യനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഒരു മീൻ കടിച്ചതാണ് കാരണം. ഉടനെ തന്നെ ആ സ്വാലിഹായ മനുഷ്യന് മനസ്സിലായി കാര്യങ്ങൾ. ആ സ്വാലിഹായ മനുഷ്യൻ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സ്വാലിഹായ മനുഷ്യനെ കണ്ടുമുട്ടുന്നത്. സ്വാലിഹായ മനുഷ്യൻ അയാളോട് പറഞ്ഞു, ആ പാവപ്പെട്ട മീൻപിടുത്തക്കാരനെ പോയി പൊരുത്തപ്പെടിച്ചാലല്ലാതെ നിന്റെ ഈ അസുഖം മാറില്ല. പൊരുത്തപ്പെടിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ശരീരം മുഴുവനും, നിന്റെ കൈ മുഴുവനും, നിന്റെ ശരീരം മുഴുവനും ഇതുപോലെ മുറിച്ചു മാറ്റേണ്ടി വരും എന്ന് സ്വാലിഹായ ആ മനുഷ്യൻ അയാളോട് പറയുകയാണ്. അങ്ങനെ അന്വേഷിച്ചു പിടിച്ചുകൊണ്ട് ആ മീൻപിടുത്തക്കാരനെ സമീപിക്കുകയാണ്. മീൻപിടുത്തക്കാരൻ ഇയാളുടെ അവസ്ഥ കണ്ടപ്പോൾ കരഞ്ഞുപോയി എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. നല്ല മനുഷ്യൻ അങ്ങനെയാണല്ലോ, അപ്പോഴത്തെ ഒരു ഇതിലങ്ങ് പറഞ്ഞു പോകും, പിന്നെ അവർക്ക് വേണ്ടിയില്ല എന്ന് തോന്നി. അങ്ങനെ അയാളോട് പറഞ്ഞു, ഇയാളുടെ അവസ്ഥ കണ്ടപ്പോൾ കരഞ്ഞുപോയ ആ മീൻകാരൻ അയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുകയും അങ്ങനെ അയാളുടെ അസുഖം മാറുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മർദിദന്റെ പ്രാർത്ഥന നീ സൂക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ അവന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ യാതൊരു മറയുമില്ലെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ പറഞ്ഞത് എന്താണ്? അങ്ങനെ നമുക്ക് പൊറുക്കാനാവാത്ത തെറ്റുകൾ ചെയ്തവരോട് പോലും തോറ്റുകൊടുക്കണം, പുറത്തു കൊടുക്കണം. അത് പരാജയമല്ല, വിജയത്തിന്റെ, മാന്യതയുടെ ഏറ്റവും വലിയ അടയാളമാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ 3 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സമ്മാനം. പറയുന്നവനായ ഈ പാവപ്പെട്ടവന്റെ ജീവിതത്തിലും കേൾക്കുന്ന എൻ്റെ സഹോദരിമാരുടെ ജീവിതത്തിലും റസൂലിന്റെ ഈ അധ്യാപനങ്ങൾ മരണം വരെ നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളമായി ദുആ ചെയ്തിരുന്ന ഒരു ദുആ, എന്റെ ഒരു ഓർമ്മ നിലനിർത്താൻ വേണ്ടി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നും ഇതാണോ ഈ ദുആ? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ദുആയാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ കാണാം, കാന അക്സറു ദുആഇ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധിക ദുആയും ഇങ്ങനെയായിരുന്നു. ശിഹാബ് തങ്ങൾ അല്ലാഹു അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. അദ്ദേഹം ഏതൊരു സദസ്സിൽ വന്നാലും കൊച്ചു ദുആ, ആൾക്കാരെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല, ചെറിയൊരു ദുആ, എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നത് ഈ ദുആയായിരുന്നു, വളരെ പതിഞ്ഞ സ്വരത്തിൽ. മരണപ്പെട്ടു പോയ ശിഹാബ് തങ്ങൾ. വിശുദ്ധ ഖുർആനിലും ഈ ഒരു ദുആ വന്നിട്ടുണ്ട്. ഹജ്ജിന് പോയ സഹോദരിമാർക്കറിയാം, ഹജ്ജ് സൂറത്തിലാണ്. ഈ ഹജ്ജ് ചെയ്യുന്ന സന്ദർഭത്തിൽ
ഏറ്റവും കൂടുതൽ ദുആ ചെയ്യാൻ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് ഈ ദുആയാണ്. ആ ദുആയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ദുആന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ദുആ എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് അതിന്റെ പ്രത്യേകത. നിങ്ങൾക്ക് അറിയാവുന്ന ദുആയാണ്, ഞാൻ പഠിപ്പിച്ചു തരാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ചൊല്ലണുണ്ടോ? അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ കൂട്ടി പറയൽ നല്ലതാണ്, അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ 3 പ്രാവശ്യം പറയും. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ദാതം നിങ്ങളൊന്ന് പറയ്. അല്ലാഹുമ്മ അല്ലാഹുവേ, റബ്ബന ഞങ്ങളുടെ റബ്ബ്, എൻ്റെ റബ്ബല്ല, ഞങ്ങളുടെ റബ്ബേ, ആതിന ഞങ്ങൾക്ക് നീ നൽകണമേ. ദാതം ഇത് മുതൽ എല്ലാവരും തോൽക്കൂലേ? ഇത് മാത്രം തോന്നുന്ന നിസ്കാര ശേഷം, എന്നിട്ട് മതി പോയാൽ മതി അടുക്കളയിലേക്ക്. റബ്ബന ഞങ്ങളുടെ റബ്ബേ. പക്ഷെ ഹംദു സലാത്തൊക്കെ ചൊല്ലുന്നത് നല്ലതാണ്, അതിനുശേഷം ദുആ. റബ്ബന ഞങ്ങളുടെ റബ്ബേ, ആതിന ഞങ്ങൾക്ക് നീ നൽകണമേ. അപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞ കുടുംബത്തിൽ എല്ലാവരും ഉൾപ്പെടും, അയൽപ്പക്കത്തെ എല്ലാവരും ഉൾപ്പെടും, ലോകത്തുള്ള എല്ലാവരും ഉൾപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫിദ്ദുനിയ എവിടെ? ദുനിയാവിൽ നൽകണേ. എന്ത് നൽകണേ? ഹസനതൻ. എന്ത് നൽകണേ? ഹസനത്ത് നൽകണേ. ഹസനത്ത് പറഞ്ഞാൽ നന്മ. നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖൈറ്. ഏത് തരത്തിലുള്ള ഖൈർ എന്ന് പറഞ്ഞിക്കണോ? ഇല്ല. അതിന്റെ അർത്ഥം ദുനിയാവിന്റെ എല്ലാ ഖൈറുകളും നന്മകളും ഞങ്ങൾക്ക് നൽകണേ. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി വേറെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. എന്റെ കുട്ടീനെ കെട്ടിക്കാനുള്ള ഏർപ്പാട് ചെയ്യണേ, ഒക്കെ ഈ വിട്ട് എന്റെ കടം വീട്ടി തരണേ, എന്റെ ഈമാൻ നന്നാക്കണേ, ഒക്കെ ഹൈൽ വിട്ട്. ഹൈർ ഈ ഹസനത്ത് എന്ന് പറഞ്ഞതിൽ വിട്ടുപോയി. എന്റെ പുയാപ്പൾക്ക് നല്ല ജോലി കൊടുക്കണേ, ഒക്കെ വിട്ടുപോയി. റബ്ബന ഞങ്ങളുടെ റബ്ബേ, ആതിന ഞങ്ങൾക്ക് നീ നൽകണമേ, ഫിദ്ദുനിയാ ദുനിയാവിൽ ഹസനതൻ ഹസനത്ത് നൽകണേ. ദുനിയാവിന്റെ കാര്യം മാത്രം മതിയോ? ഓരാ. വഫിൽ ആഖിറതി ആഖിറത്തിലും ഞങ്ങൾക്ക് നൽകണേ. എന്ത് നൽകണേ? ഹസനതൻ നന്മ. അപ്പൊ ആഖിറത്തില് മനുഷ്യന് ഖൈറായിട്ടുള്ള എന്തൊക്കെയുണ്ടോ എവരിതിങ് എല്ലാം നൽകണേ. വഫിൽ ആഖിറതി ആഖിറത്തിലും ഞങ്ങൾക്ക് നൽകണേ. ഹസനതൻ നന്മ നൽകണേ. നിങ്ങൾ പറയും, ഇനി നമ്മൾ ചോദിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ ചോദിക്കേണ്ടതൊക്കെ ചോദിച്ചു. ഇനി ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് എന്താണ്? ഏറ്റവും കൂടുതൽ ബേജാറാവേണ്ടത് എന്താണ്? ഉയാക്കളുടെ കടത്തെ കുറിച്ചല്ല, മകൾ പ്രായപൂർത്തിയായതിനെ കുറിച്ചല്ല, വീടില്ലാത്തതിനെ കുറിച്ചല്ല. നമ്മുടെ വീട് വിട്ടാൽ നമുക്കൊരു വലിയ വീട് വരാനുണ്ട്. അതൊരു പക്ഷേ ഇടുക്കമുള്ള വീടായിരിക്കാം, അല്ലെങ്കിൽ വിശാലമുള്ള വീടായിരിക്കാം. വിശാലമായ മനോഹരമായ ആ വീട്ടിൽ അന്തിയുറങ്ങാൻ, സുഖത്തോടു കൂടി സഞ്ചരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആ വീടാണ് ആഖിറമാകുന്ന വീട്. ഏറ്റവും കൂടുതൽ ഒരു മുഅ്മിനായ മനുഷ്യൻ പേടിക്കേണ്ടത് കത്തിക്കാളുന്ന
നരകത്തിൽ അകപ്പെട്ടു പോകലാണ്. ഒരടുപ്പിലെ തീ പോലും സഹിക്കാൻ കഴിയാത്ത നമുക്ക് എങ്ങനെയാണ് ആ കഠിനമായ തീയുടെ ചൂടേൽക്കാൻ സാധിക്കുക? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതാണ് അടുത്ത പ്രാർത്ഥന. വഖിനാ അദാബന്നാർ. എന്താ അതിന്റെ അർത്ഥം? നരക ശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. നരകത്തിന്റെ നാറ് എന്ന് പറഞ്ഞാൽ നരകം, അദാബ് എന്ന് പറഞ്ഞാൽ ശിക്ഷ. വഖിനാ, ഞങ്ങളെ നീ കാക്കേണമേ. മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നുകൂടെ പറഞ്ഞാണെങ്കിലോ, ربنا اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഞാൻ അർത്ഥം പറയട്ടെ, നിങ്ങൾ പറയാം. اللهم ربنا آتنا, ഞങ്ങൾക്ക് നീ നൽകണമേ. في الدنيا, ദുനിയാവിൽ ഹസനത്തൻ, ഹസനത്ത് നൽകണം. ഹസനത്ത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി, നന്മ, ഖൈർ. വഫിൽ ആഖിറതി, ആഖിറത്തിൽ നൽകണേ ഹസനത്തൻ, നന്മ. വഖിനാ അദാബന്നാർ, നരക ശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ. ആദ്യം പഠിക്കുന്ന ആളുകൾക്ക് അർത്ഥം പറയാൻ ഒരു പ്രയാസം ഉണ്ടാവും, പക്ഷെ എന്നാലും മനസ്സിൽ അതിന്റെ ആശയം ഉണ്ടല്ലോ. ഇനി റജബിലെ ഒരു ദുആ, അല്ലാഹുമ്മ പറയൂ, ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. വേറെ റിപ്പോർട്ടിൽ ഷഹ്റ റമളാൻ രണ്ടും പറയാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ബാരിക് ലനാ, ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണം. ബർക്കത്ത് ബർക്കത്ത് പറയില്ല, തെറ്റാണ്. ബർക്കത്തല്ല, ബറക്കത്ത്. റായിന് ഫത്ത് കൊടുക്കണം. ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണമേ. ഫീ റജബിൻ, റജബിലും വശഅബാൻ, ശഅബാനിലും. വബല്ലിഗ്നാ റമളാൻ, റമളാനിനെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരികയും ചെയ്യണമേ എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റജബ് പറക്കുമ്പോ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഇസ്ലാമിന്റെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശങ്ങളും ആജ്ഞകളും സുന്നത്തുകളും നമ്മുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമും മുത്തഖിയുമായി ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് ചൊവ്വാഴ്ചയായിരിക്കും. തങ്ങളുടെ പാപ്പ ഇൻഷാ അല്ലാഹ് നാളെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുമായി ഇങ്ങനെ ക്ലാസ് നൽകാനും നിങ്ങളുമായി പരിചയപ്പെടാനും ഒക്കെ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ബന്ധം മരണം വരെ ഒരു നല്ല ബന്ധമായി നിലനിർത്തി തരട്ടെ എന്ന് നിങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്തു.